ഈ ബി.ജെ.പിയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കടുത്ത മത്സരത്തിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത അനുസരിച്ച് രണ്ടുപേർ മത്സരിക്കാൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഒന്ന് കെ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരുമാണ്. കൂടുതൽ നേതാക്കൾ മത്സരത്തിലേക്ക് വരുമെന്നാണ് എന്തായാലും പ്രതീക്ഷിക്കുന്നത്. മറ്റന്നാളാണ് പ്രഹ്ലാദ് ജോഷി ഈ പ്രസിഡന്റിനെ നിശ്ചയിക്കാനുള്ള ആ കേന്ദ്രത്തിൽ നിന്നും ഏർപ്പാടാക്കിയിട്ടുള്ള ആള്, ചുമതലയുള്ള ആള് കേരളത്തിലെത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതൊരു മത്സരത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ആരായിരിക്കും പ്രസിഡന്റ് ആകാൻ സാധ്യത? അത് നമുക്ക് പറയാൻ പറ്റുകയില്ല. ഇത് മത്സരം നടക്കുമെന്നുള്ളത് തന്നെ നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. സമവായം ഉണ്ടാകാനും മതി. പ്രഹ്ലാദ് ജോഷി വരുമെന്ന് പറഞ്ഞ സത്യമായിരിക്കും. മറ്റന്നാളിലാകുമ്പോൾ കുഴപ്പമില്ല. അദ്ദേഹം പാർലമെൻറ്റ് ഇല്ലാത്ത ദിവസമാണ്, അതുകൊണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം. തിരക്ക് പിടിച്ച അതിനിടയ്ക്കാണ് വരുന്നത്. തെരഞ്ഞെടുപ്പ് ജനാധിപത്യപരമായ രീതിയിലാണ് നടക്കുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ ആരാണെന്ന് നമ്മൾ മുൻകൂട്ടി പ്രവചിക്കുന്നത് തന്നെ ശരിയല്ല. കാരണം പാർട്ടിക്കകത്തെ ആഭ്യന്തര കാര്യമാണ് ആരൊക്കെയാണ് ജയിക്കാൻ സാധ്യത എന്നുള്ളത്. കാരണം സുരേന്ദ്രന് ധാരാളം ശത്രുക്കളുണ്ട്. അപ്പോൾ ഒരു നല്ല കാൻഡിഡേറ്റാണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ പോലെ കഴിവുറ്റ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി സ്വയം ഒരു പക്ഷേ അദ്ദേഹം എന്തെങ്കിലും ജയിക്കുമെങ്കിലും മാറിക്കൊടുക്കുന്നത് ബി.ജെ.പിക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് സത്യം. കാരണം കുറേ നാൾ ഇരുന്നതാണല്ലോ സുരേന്ദ്രൻ. രാജീവ് ചന്ദ്രശേഖർ വരും. സുരേന്ദ്രൻ വീണ്ടും മത്സരിക്കുമെന്നാണ് വരുന്നത്. വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. മത്സരിക്കുന്നെങ്കിൽ മത്സരിച്ചു കൊള്ളട്ടെ. മത്സരിച്ചാൽ അദ്ദേഹത്തിനായിരിക്കും വിജയ സാധ്യത. കാരണം ഇത്രയും പരിചയം, അപ്പോൾ ആളുകളുമായിട്ടൊക്കെ നേരത്തെ ഉള്ള ധാരണകളും ഒക്കെ ഉണ്ടല്ലോ അദ്ദേഹത്തിന്. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു നവാഗതനാണ്. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ ബുദ്ധിമാനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ പിൻവാങ്ങാൻ സാധ്യതയുണ്ട്. എന്തായാലും പരസ്പരം പാരയൊന്നും വയ്ക്കാൻ പോകുന്നില്ല. മറ്റ് വി.എസ്. അച്യുതാനന്ദനും പിണറായി വിജയനും നടന്നതുപോലുള്ള തരത്തിലുള്ള വെട്ടിയൊതുക്കലും ഒന്നും നടക്കില്ല. ജനാധിപത്യപരമായിട്ട് തന്നെ നടക്കും. കോൺഗ്രസ്സിലുള്ളതുപോലെ അങ്ങനെ പറയുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പേര് ശോഭാ സുരേന്ദ്രനാണ്. അല്ല, പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഇതിനകത്ത് വോട്ട് കിട്ടണ്ടേ? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് കിട്ടണം. അപ്പോൾ ആ വോട്ട് കിട്ടുന്നത് ശോഭാ സുരേന്ദ്രന് സമ്മതിദായകർക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ പാർട്ടിക്കുള്ളിലെ തെരഞ്ഞെടുപ്പ്, അതാണ് വ്യത്യാസം. ജനസമ്മതിയല്ലല്ലോ നോക്കുന്നത്, പാർട്ടിക്കുള്ളിലെ സമ്മതിയാണ്. അത് നോക്കുമ്പോൾ വളരെ റേറ്റിംഗ് മോശമായിരിക്കും ശോഭാ സുരേന്ദ്രന്. അങ്ങനെ പ്രശ്നം ആവിർഭവിച്ചിട്ടുണ്ട് ഇതിൽ. അപ്പോൾ അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. സുരേന്ദ്രൻ അതേസമയം പ്രബലനാണ്, പാർട്ടിയിൽ പ്രബലനാണ്. രണ്ട് പേര് എതിർ വിഭാഗക്കാരുണ്ട് അദ്ദേഹത്തിന്. അവർ മത്സരിക്കുന്നില്ലെങ്കിൽ സുരേന്ദ്രൻ്റെ കാര്യം ഭദ്രമാണ്. രാജീവ് ചന്ദ്രശേഖറിൻ്റേത് അത്ര ഭദ്രമല്ല. കാരണം ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചുള്ളൊരു പരിചയം അദ്ദേഹത്തിന് ഇവിടെ ഇല്ല എന്നുള്ള. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ സജീവമാകുന്നത്. രാജീവ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് വലിയൊരു സ്വാധീനം. അതിൽ ജനങ്ങളുടെ മുമ്പിലാണ് ഈ വോട്ട്, വോട്ടർമാരുടെ മുമ്പിൽ പാർട്ടിക്ക് ആര് വേണമെന്നുള്ള തെരഞ്ഞെടുപ്പ് വരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചേനെ, സംശയമൊന്നുമില്ല. പക്ഷേ ഇത് പാർട്ടിയുടെ വോട്ടുള്ളവർ മാത്രമാണ് ഇതിൽ പങ്കെടുക്കുന്നത്, പാർട്ടി വോട്ടുകളുള്ളവർ മാത്രമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനൊരു വിജയ സാധ്യത വലുതായിട്ടൊന്നും നമുക്ക് രാജീവ് ചന്ദ്രശേഖറിന് കാണാൻ പറ്റുകയില്ല. പാർട്ടിക്കുള്ളിൽ വലിയ തർക്കങ്ങളുണ്ടല്ലേ? തർക്കങ്ങൾ ഏത് പാർട്ടിയിലും വേണമല്ലോ. ജനാധിപത്യ പാർട്ടികളിലൊക്കെ തർക്കങ്ങൾ, ആ തർക്കങ്ങൾ എങ്ങനെ പരിഹരിക്കുന്നു എന്നുള്ളതാണ്. ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വത്തിലും തർക്കങ്ങൾ വരാറുണ്ട്. ആ തർക്കങ്ങൾ അവർ പരിഹരിക്കുന്നതിന് രീതിയുണ്ട്. അത് ആർ.എസ്.എസും ബി.ജെ.പിയും ചേർന്നാണ് തീരുമാനിക്കുക. രണ്ടും തുല്യ ശക്തികളാണ്. അവർ തമ്മിൽ ഇതുവരെ അടിയിട്ടിട്ടില്ല. അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അടിയുണ്ടായിട്ടില്ല. അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇപ്പം ശശി തരൂർ പ്രസ്താവിച്ച പോലൊരു പ്രസ്താവന അങ്ങനെ അവരിൽ നിന്ന് വരാറില്ല. അച്ചടക്കമുള്ള പാർട്ടിയായിട്ട് തന്നെ തുടരും. അപ്പോൾ ആർ.എസ്.എസിനും അതുപോലെ തന്നെ ബി.ജെ.പിയുടെ നേതൃത്വത്തിനും തുല്യമായിട്ടുള്ള വോട്ടവകാശമാണുള്ളത് തീരുമാനങ്ങൾ എടുക്കുന്നത്. ബി.ജെ.പി പറഞ്ഞ തീരുമാനങ്ങൾ ആർ.എസ്.എസിന് തല്ല, ആർ.എസ്.എസ് എടുത്ത തീരുമാനം ബി.ജെ.പിക്കും തരണം. എന്നിട്ടൊരു പൊതുവായിട്ടൊരു അഭിപ്രായത്തേക്ക് രണ്ടു കൂട്ടരും ചേർന്ന് വരും. അത് വലിയൊരു അത്ഭുതം തന്നെയാണ് വാസ്തവത്തിൽ അവിടെ സംഭവിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്ര തവണ പിളർന്നു? പലതായിട്ട് പിളർന്നല്ലേ. CPM മാത്രമല്ലല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ്, ഇപ്പം മാവോയിസ്റ്റായിട്ടുള്ള അവാന്തര വിഭാഗങ്ങൾ എത്രണ്ണം, SICU സോഷ്യലിസ്റ്റ്, SUCI പോലും അവരുടെ ഒരു അവാന്തര വിഭാഗം തന്നെയാണ്. പലതായിട്ട് വേർപിരിഞ്ഞു പോയി. ബി.ജെ.പി അങ്ങനെ വേർപിരിഞ്ഞു പോയിട്ടില്ല. ബി.ജെ.പിന്ന് ആളുകൾ പോയിട്ടുണ്ട്, വേറെ പാർട്ടിയിലോട്ട് പോകും. ഇപ്പോൾ തന്നെയല്ലേ നമ്മുടെ വീരപ്പൻ്റെ മകൾ പോയി. അങ്ങനെ പലരും പോകുന്നല്ലാതെ ഒരു പാർട്ടി എന്നുള്ള വളരെ സ്ട്രക്ചർ വളരെ ഭദ്രമായ ഒരു അടിത്തറത്തിലാണ്, ആരൂഢത്തിലാണ് അവരുടെ നിലനിൽപ്പ്. അതുകൊണ്ട് അതിനൊന്നും ഒരു തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞിട്ട് യുദ്ധമല്ല, ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അപ്പോൾ പ്രസിഡന്റിന് നേരെ അങ്ങ് തിരഞ്ഞെടുക്കുക എന്ന് ചില പാർട്ടികൾ തീരുമാനിക്കുക. അത് ഫാഷിസ്റ്റ് രീതിയാണ്. സമ്മതി നോക്കാതെ ഉൾപാർട്ടി ജനാധിപത്യം ഇല്ലായ്മ, ഇതൊക്കെ വരട്ടെ.
തെരഞ്ഞെടുപ്പിൻ്റെ ജനാധിപത്യത്തിൻ്റെ സാറ് പറഞ്ഞു വരുന്നത് സുരേന്ദ്രനേക്കാൾ മെച്ചമാണ് രാജീവ് ചന്ദ്രശേഖർ. തീർച്ചയായിട്ടും കഴിവിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് പുതിയൊരാൾ വന്നാൽ പലതും ചെയ്യാൻ കഴിയും. പാർട്ടിയിൽ ഗ്രൂപ്പിസം ഇല്ലാതാക്കാൻ കഴിയും. അതാണ് പക്ഷെ അദ്ദേഹത്തിന്റെ കുംഭമേളയുമായി ബന്ധപ്പെട്ട് അണികൾക്കിടയിൽ തന്നെ വലിയ വിമർശനമുണ്ട്. സ്വന്തം ചാനലിൽ ഇരുന്ന് കുംഭമേള അധിക്ഷേപിച്ച് നടപടി എടുത്തില്ല എന്നുള്ള വിമർശനങ്ങളും ഉണ്ടല്ലോ. അത് വരുന്നത് സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോഴാണ് അത് ബാധിക്കുക. ഇപ്പോൾ ഈ പാർട്ടിക്കകത്ത് വരുമ്പോൾ അത് വലിയൊരു പ്രശ്നമൊന്നുമില്ല. പാർട്ടി തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഇവരുടെ പരിപാടി ആര് മൈൻഡ് ചെയ്യാൻ പോകുന്നത്? എത്ര പേര് കാണുന്നു ഇതൊക്കെ? ഇപ്പോൾ കാണാനും അത്യാവശ്യമുള്ളവർ നെറ്റിൽ കൂടി ഇത് നോക്കുകയുള്ളൂ. ഇതുപോലെ വലിയൊരു കവർ സ്റ്റോറി പോലൊരു പരിപാടിയൊന്നും കണ്ടുകൊണ്ടൊന്നും ഒരിക്കലും ന്യൂസ് മാത്രമാണ് കാണുന്നത്, അല്ലെങ്കിൽ ചർച്ചകൾ മാത്രമാണ് കാണുന്നത്. ഇവർ നമ്മൾ ആവശ്യമില്ലാത്ത ഒരു വലിപ്പം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഒന്നുമല്ല വാസ്തവത്തിൽ. അവരുടെ ഈ വിവാദങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ കുറച്ച് വർത്തമാനം കേൾക്കുമ്പോൾ അവിടെ നിന്ന് തമാശ കോമഡി ഷോ ഒക്കെ നടത്തില്ലേ, അതുപോലെ കാണാനുള്ളൊരു കൗതുകം മാത്രമേ ഉണ്ടാവൂ. അതിനപ്പുറം ഗൗരവമായിട്ടൊന്നും രാഷ്ട്രീയക്കാരും ഇതിനെ കൈകാര്യം ചെയ്യുന്നില്ല, എടുക്കുന്നില്ലെന്നുള്ളതാണ്. വാർത്തകൾ അവർ ഗൗരവമായിട്ടെടുക്കും. കാരണം കാര്യം അറിയണമെങ്കിൽ അതേ മാർഗ്ഗവും. അല്ല ഇതിനകത്ത് വന്ന് കിടന്ന് കുറച്ച് തമാശ രൂപത്തിലുമൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ എരിവും പുളിയും ഒക്കെ സാധാരണ ജനങ്ങൾ കാണും എന്ന് വിചാരിച്ച് അവർ പറയുന്നത് എന്താ സിന്ധു സൂര്യകുമാർ അവർ പറയുന്നത് വേദവാക്യമായിട്ടൊന്നും ആരും എടുക്കാനും പോകുന്നില്ല. അതാണ് ജനങ്ങൾക്ക് പ്രതിഷേധമില്ലാത്തത്. ഈ പുതിയ പ്രസിഡന്റിനെ നിശ്ചയിച്ച് അവർ കേരള സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ നിലവിലെ സാഹചര്യത്തിൽ ബി.ജെ.പിക്ക്? പറഞ്ഞാലും LDFും UDFും എല്ലാം പഴയ ശക്തിയോടുകൂടി തന്നെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വളരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർ ഒരു പരിധിയിൽ കൂടുതൽ അംഗീകരിച്ചിട്ടുമില്ല ആ ജനവിഭാഗങ്ങൾ. ഇപ്പോഴത്തെ നേതാക്കളെല്ലാം തന്നെ സത്യം പറഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സിനിമാ നടന്മാരെ പോലെ. അവർക്കിനി ഈ ഷോ അതിന് കൂടുതലൊരു ജനപ്രീതിയോ റേറ്റിങ്ങോ കൊണ്ടുവരാൻ കഴിയില്ല. ബി.ജെ.പിയുടെ കേന്ദ്രത്തിലെ മോദിയുടെ പ്രഭാവം കൊണ്ടാണ് ഈ വോട്ട് റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. അതുപോരാ, കേരളത്തിൻ്റെതായിട്ടുള്ള സംഭാവന നൽകണമെങ്കിൽ ഉറപ്പിച്ച് പറയാം രാജീവ് ചന്ദ്രശേഖർ തന്നെ നേതൃത്വത്തിലേക്ക് വരണം, സംശയമൊന്നുമില്ല. അല്ലാതെ മുന്നോട്ടിത് കേരളത്തിൽ പോകില്ല. കേന്ദ്രത്തിൻ്റെ ഭരണത്തിൻ്റെ സദ്ഭരണത്തിൻ്റെ ഗുണങ്ങളുണ്ടാവും, റേറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ മറിച്ച് ഭരണത്തിലേറേണ്ട ഒരു മാറ്റമാണ് നമുക്ക് വരേണ്ടത് കേരളത്തിൽ. കാരണം പിണറായിയെ മടുത്തിരിക്കുന്നു. രണ്ട് ലോകങ്ങൾക്കിടയിൽപ്പെട്ട് നരകിക്കുകയാണ് കേരളം. ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം. അപ്പോൾ അതിനൊരു മാറ്റം വരണമെങ്കിൽ കേരളത്തിൻ്റെ ഭരണം തന്നെ ബി.ജെ.പിക്ക് കിട്ടണം. അതാണ് വേണ്ടത്. അപ്പോൾ അവിടെ അണ്ണാമലയെ പോലെ കേരളത്തിലൊരു പ്രതിഭാസം ഉണ്ടാവണമെങ്കിൽ അത് രാജീവ് ചന്ദ്രശേഖരാണെന്നുള്ള കാര്യം 100% സത്യസന്ധമാണ്. അല്ല, അങ്ങനെ ഇരിക്കുമ്പോഴും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഈ സുരേന്ദ്രൻ സാർ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ഒരു പരിചയവും ഉണ്ടല്ലോ. അതെന്തായാലും രാജീവിന് കേരള രാഷ്ട്രീയത്തിൽ ലഭിക്കുമോ? ആ പരിചയം എന്നൊക്കെ പറഞ്ഞാൽ എക്സ്പീരിയൻസ് മാത്രമാണ്. വർഷം കഴിയും തോറും ഇപ്പോൾ എക്സ്പീരിയൻസ് കൂടിക്കൊണ്ടിരിക്കും. അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ വേണ്ട ഫ്രഷ് എയറാണ്, യങ് ബ്ലഡാണ്. അതാണ് വേണ്ടത്. അതാണ് രാജീവ് ചന്ദ്രശേഖറിനുള്ളത്. പക്ഷേ കഴിവാണ്, പ്രാപ്തിയാണ്. ശശി തരൂരിനോട് പരാജയപ്പെട്ടൊരു വ്യക്തി കൂടിയാണ്. ആയിക്കോട്ടെ, ആ പരാജയം വിജയമാക്കി മാറ്റാൻ കഴിവുള്ള ഒരു വ്യക്തി കൂടിയാണ്. അതുകൂടെ നമ്മൾ ആലോചിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.